മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മീൻകറിക്ക് ഇഷ്ടപ്പെടുന്നൊരു നടനുണ്ട്, പപ്പേട്ടൻ. പപ്പേട്ടൻ ഒരു ഷൂട്ടിങ്ങിന് ചെല്ലണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ ഉമ്മർത്തിരിക്കുകയാണെങ്കിൽ പോലും പറയും എന്തത് എന്തത്. പക്ഷെ എന്നാലും ആളൊരു വീടിൻ്റെ ഉമ്മർത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും പറയും മണി എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് മീൻകറി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാ. ഞാൻ പറഞ്ഞു ചേട്ടാ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. പക്ഷെ എന്തായാലും പപ്പേട്ടൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ മീൻകറിയുടെ മണം വരണമെങ്കിൽ അവിടെ പോയിട്ട് കൃത്യമായിട്ട് ആ മീൻകറി വാങ്ങിച്ച് കഴിച്ച് പോകുന്ന ഒരാളാണ്. കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തിൻ്റെ ഉടമകളാണ്, നന്മകളാണ്. അതൊരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എനിക്കത് പറയേണ്ട ഒരു കാര്യമുണ്ട് ചേട്ടാ. ഞാൻ അഭിനയിച്ചൊരു പടമുണ്ട്, അതായത് മൈ ഡിയർ കരടി. ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ പാവം പപ്പേട്ടൻ വന്നിട്ട് ട്രിവാൻഡ്രം എന്താ പറയുക, എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു നിമിഷം അത്. അവിടെ ആ മ്യൂസിയത്തിൽ വന്നിരുന്നിട്ട്, അവിടെ കാഴ്ച ബംഗ്ലാവിൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, എടോ ഞാനൊക്കെ മരിക്കാറായ ആളല്ലോ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു എന്താ പപ്പേട്ട, എന്നെ ഒന്ന് സിംഹത്തിനെ കാണിക്കടോ. നമ്മളാണ് എല്ലാം പൂർത്തീകരിച്ച് സിംഹം എന്ന് പറയാറ്, പക്ഷെ അവിടെ സിംഹം എന്ന് പറയാറുള്ളൂ. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ ആ മ്യൂസിയത്തിൽ 1 കിലോ ബീഫ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഈ സിംഹത്തിന് കൊടുക്കുന്നത്. കാരണം കഴിക്കില്ല, കാരണം നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിംഹം വെറുതെ നോക്കി അറിയും, പിന്നെ അത് കിടന്നുറങ്ങും. പക്ഷെ പപ്പേട്ടൻ പറഞ്ഞു എനിക്ക് സിംഹത്തിനെ കണ്ടോ. അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തിന് ജീവനോടുകൂടി ഒരു ഇറച്ചിയുടെ കഷ്ണം കിട്ടിയത് ഒരു കാക്ക മീൻസ് അത് വന്നിട്ട് ഈ കൂടിൻ്റെ അകത്തിരുന്നു. അപ്പൊ സിംഹം കിടന്നുറങ്ങാ. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ സിംഹം ഈ കാക്കേനെ പിടിച്ച പിടിയുണ്ട്. നമ്മളന്ന് ഷോയിൽ കാണിച്ചായിരുന്നു. പക്ഷെ എന്നാലും ഈ കൈ കൊണ്ട് ഒരൊറ്റ പിടിയാണ്. ഈ പിടി കിട്ടിയിട്ട് ഈ കാക്ക കരഞ്ഞിട്ട് ഓടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ജനലിൻ്റെ വഴിക്ക് ഈ കാക്ക ഓടിയിട്ട് ഈ കാക്കയുടെ തല അതിൻ്റെ ഇതിൽ പോയിട്ട് ഇടിച്ചിട്ട് കാക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ കിടക്കുന്ന സിംഹം ഭയങ്കര ഒച്ച വയ്ക്കാം. അപ്പുറം കിടക്കുന്ന സിംഹം പറയുന്നുണ്ട് കാരണം അത് കയ്യിൽ നിന്ന് പോയി. ഇത്രയും നല്ലൊരു ജീവനെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാണീനെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ജീവനുള്ളൊരു കാക്കേനെ കിട്ടിയിട്ട് അത് പിടിച്ച് കഴിക്കാൻ പറ്റാത്ത നീയാണോ സിംഹം? പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് ഈ കാക്ക നമ്മുടെ പറമ്പിലൊക്കെ വാഴയില്ലേ, അതിൻ്റെ കുടപ്പൻ എന്ന് പറയും, കണ്ടിട്ടുണ്ടോ? അതിന് തേൻ കുടിക്കുന്നത് അതന്നെ. ഈ കാക്കയുടെ വാലുമാണ് കയറി പിടിച്ചത്. അതിൻ്റെ വാല് മുഴുവൻ അവിടെ കിടക്കണ്ടായിരുന്നു. ഈ കാക്കയുടെ വാല് പോയിട്ട് കുടപ്പൻ്റെ ഷേപ്പായി. നേരെ പറന്നു പോയിട്ട് കാക്ക അതിലിടിച്ച് ഭിത്തിയിലിടിച്ച് അവിടെ ഇടിച്ച് ഒക്കെ ഇടിച്ചിട്ട് നേരെ പോയിട്ട് രക്ഷപ്പെട്ടു. അതാ ഭിത്തിയിൽ നിന്നിട്ട് പറയാ, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൂ മറ്റു കാക്കകളെ വിളിച്ച് പറയാ. അതായത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയണത്. പക്ഷെ മനുഷ്യൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ ഇടാം. എന്തായാലും പപ്പേട്ടനെ നിങ്ങളെ കോഴിക്കോട്ടുകാരെ ഒരിക്കലും മറക്കാൻ പറ്റൂല. അത്രയും സ്നേഹമുള്ള നാടാണ്. എന്തായാലും അങ്ങനെ ഒരു അവസരം ഒരുക്കി എന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നന്ദി.